എൻ്റെ അച്ഛൻ ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അച്ഛന് ഒരു ദിവസം രാത്രിയിൽ 3 മണിയായപ്പോഴത്തേക്കും ഈ 17 വയസ്സുള്ള ഞാൻ എൻ്റെ അച്ഛനെ കഴിവിച്ചത്. എൻ്റെ അച്ഛനെ കിട്ടുമെന്ന് എനിക്ക് യാതൊരുവിധ ഉറപ്പും ഉണ്ടായിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, എൻ്റെ സുഹൃത്തുക്കളോട്, നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു അച്ഛന്റെ മകന്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളെ അറിയിക്കുകയാണ്. ഈ സ്ക്രീനിൽ കാണുന്ന അഭിജിത്ത് പള്ളിയാവട്ടം എന്ന് പറയുന്ന മകനെ നമ്മളിൽ കുറച്ചു പേർക്കെങ്കിലും അറിയാം. കാരണം അദ്ദേഹത്തിന്റെ 7 വയസ്സ് മുതൽ തെരുവോരങ്ങളിൽ പാട്ടുപാടിയും ഒരുപാട് ആളുകളുടെ മുന്നിലേക്ക് കൈനീട്ടിയും ഒത്തിരി പാവങ്ങളെയും ഒത്തിരി കുടുംബങ്ങളെയും സഹായിച്ചു വരുന്ന, അങ്ങനെ ജീവിക്കുന്ന ഒരു പയ്യനും കുടുംബവുമാണ്. അഭിജിത്തിന്റെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അച്ഛനാണ് പിന്തുണ. എവിടെ കൊണ്ടുപോകാനാണെങ്കിലും വണ്ടിക്കൂലിയാണെങ്കിലും ഒക്കെ അച്ഛൻ കൊടുത്താണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് ഈ ഒരു കുടുംബം, ഈ ഒരു അച്ഛന് ജീവിക്കണമെങ്കിൽ പൊതുസമൂഹത്തിന്റെ സഹായം അനിവാര്യമായ ഒരു ഘട്ടമാണ് വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഒരു രോഗം കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന്റെ 2 കിഡ്നിയും ഫെയിലിയറായി. രോഗം കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഏകദേശം ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് എത്തിയിരുന്നു. ചുരുക്കി പറഞ്ഞ ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യാതെ ഈ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അദ്ദേഹം അന്ന് ICUലാണ്. ജീവൻ മരണ പോരാട്ടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്റ്റേജിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിനൊരു കിഡ്നി ദാനം ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണമെങ്കിൽ കുറച്ച് ക്യാഷ് ആവശ്യമാണ്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ സർജറി ചെയ്യുന്ന ഒരു ആശുപത്രിയുമായി സംസാരിച്ചു. മാക്സിമം റേറ്റ് കുറച്ച് ചെയ്തു തരാൻ നേരിട്ടുണ്ട്. പക്ഷേ കുറച്ച് പണമാണ് നമുക്ക് ആവശ്യം. ഇതിനോടകം തന്നെ ഒരുപാട് ആളുകളോട് കൈനീട്ടി അങ്ങനെ കുറച്ച് പൈസ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് തുക കൂടി വേണം. ഇത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും, എൻ്റെ സുഹൃത്തുക്കളും പ്രവാസി സുഹൃത്തുക്കളും ഒക്കെ നിങ്ങളുടെ കൈയഴിഞ്ഞ് സഹായിച്ച് ഈ ഒരു കുടുംബത്തെ, ആ ഒരു അച്ഛനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്കൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ, ആഗ്രഹം തോന്നി വെള്ളം കുടിച്ചാൽ അത് ദാഹം മാറും. പക്ഷെ ഈ മനുഷ്യന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അന്ന് ICUലാണ്. ഇതിനോടകം തന്നെ നിരവധി തവണ ICUലായതാണ്. അത്രയേറെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുകയാണ്. കുറച്ച് ദിവസത്തിനകം സർജറി ചെയ്തില്ലെങ്കിൽ ഈ മനുഷ്യൻ ഈ ലോകം വിട്ടു പോകേണ്ടി വരും. ആ ഒരു അവസ്ഥയിലാണ്. 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണുമാണ് ഉള്ളത്. ചെറിയ പ്രായം, 52 വയസ്സേ ഉള്ളൂ. ഇത് കാണുന്ന എല്ലാവരും ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു 10 രൂപയാണെങ്കിലും 10 രൂപ ആയിക്കോട്ടെ ആ ഒരു അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്ത് ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സാജൻ കേച്ചേരി ചേട്ടനാണ് ഈ വീഡിയോ ചെയ്തത്. കുറെ ജീവകാരുണ്യ പ്രവർത്തകരും ഒപ്പം ചേർന്നിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് ആവശ്യമുള്ള ഫണ്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇത് കാണുന്ന എല്ലാവരും ഈ വാർത്ത ഷെയർ ചെയ്യുകയും വേറൊന്നുമല്ല, മറ്റുള്ളവരെ സഹായിച്ച് ജീവിച്ച ഒരു കുടുംബമാണെന്നൊരു കൺസെപ്റ്റ് കൊടുത്തുകൊണ്ട് അവരെ ഒന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദയവായി നിങ്ങൾ പടച്ചോനെ ഓർത്ത് ഈ ഒരു കുടുംബത്തെ സഹായിച്ച് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താനുള്ള സഹായം ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും എൻ്റെ അച്ഛനെ സഹായിക്കണം. എൻ്റെ അച്ഛൻ ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അച്ഛന് ഒരു ദിവസം രാത്രിയിൽ 3 മണിയായപ്പോഴത്തേക്കും ശ്വാസം മുട്ടിയിട്ട് അവിടെ വരെ നടന്നപ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ്റെ മൂത്രവും മലവും എല്ലാം പോയി. ഈ 17 വയസ്സുള്ള ഞാൻ എൻ്റെ അച്ഛനെ കഴിവിച്ചത്. എൻ്റെ അച്ഛനെ കിട്ടുമെന്ന് എനിക്ക് യാതൊരുവിധ ഉറപ്പും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും കിട്ടിയത് എൻ്റെ എന്ത് ദൈവഭാഗ്യ. എനിക്ക് തീരെ നിവൃത്തിയില്ല എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ അച്ഛനെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഒരു 6 വയസ്സുള്ള കൊച്ചിന്റെ കണ്ണിന് കാഴ്ച വരെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഞങ്ങൾ അത്രയും സഹായിക്കണം. എനിക്ക് അത്രയും മാത്രമേ പറയാനുള്ളൂ. കൂട്ടുകാരോട് പറയുന്നു, ചാച്ചനെ രക്ഷിക്കാൻ. അല്ലാതെ വേറെ മാർഗമില്ല. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. 1 ഗ്ലാസ് വെള്ളം അതിനെനിക്ക് ചെയ്യണം. കൂട്ടുകാരെ നിങ്ങൾ സഹായിക്കണേ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരമുണ്ട്. ജോഷി പൗര സംഘമാലയാണ്. ഞാനിപ്പോൾ കായംകുളത്ത് സുനിഷേറിനെ കാണാൻ വന്നേക്കണം. നമ്മുടെ അഭിജിത്തിന്റെ ഫാദറാണ്. ഒരുപാട് പാവങ്ങളെ സഹായിച്ചിട്ടുള്ള അഭിജിത്തിനെ നിങ്ങൾ എല്ലാവരും അറിയാലോ. ഇപ്പൊ അഭിജിത്തിന്റെ ഫാദറിന്റെ 2 കിഡ്നി ഫെയിലിയറായി ഇപ്പൊ ചികിത്സയിലാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. ആ മോളുടെ കരുത്തിൽ ഞാൻ കാണാതെ പോകരുത്. ഈ കുടുംബത്തിനെ നമുക്ക് രക്ഷിച്ചേ പറ്റൂ. എത്ര പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കണമെന്ന ഹോസ്പിറ്റലിൽ പറഞ്ഞിരിക്കുന്നത്. 40 ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട്. ഈ കുടുംബത്തിന് അതിനുള്ള വരുമാനം പോലും ഇല്ല. ഈ ചേട്ടനെ രക്ഷിക്കണം. നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ളൂ.
കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ ചേട്ടന്റെ പേരിൽ ചികിത്സ അക്കൗണ്ട് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് ചെറിയ തുകയെങ്കിലും ഈ ചേട്ടന്റെ ചികിത്സയ്ക്ക് വേണ്ടി അയച്ചു കൊടുത്ത് സഹായിക്കണം. താഴ്മയോടെ ഞങ്ങളോട് അപേക്ഷിക്കുകയാണ്. അതുപോലെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം, എല്ലാവരും എത്തിക്കണം. നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട് വീഡിയോകൾ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരാളുടെ ജീവൻ രക്ഷിക്കാനായിട്ടാണ്, കൈവിടരുത്. നമസ്കാരം, ഞാൻ സാജൻ കച്ചേരിയാണ്. എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വയ്ക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ സഹായ സഹകരണം, അത് 1 രൂപയായിക്കോട്ടെ 10 രൂപയായിക്കോട്ടെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് തട്ടി മാറ്റാതെ ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കണം. എല്ലാ കേരളത്തിലെ ചാരിറ്റിക്കാരും ഈ വീഡിയോ കാണുന്ന ആളുകൾ അഭിയത്തിന്റെ അച്ഛന് വേണ്ടിയിട്ട് ഈ വീഡിയോ മാക്സിമം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ട് സഹായിച്ച് ഇവർക്ക് വേണ്ട ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ടാവണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കണം. ഇനി നിങ്ങളുടെ സഹായം മാത്രമേ കുഞ്ഞിക്കണ്ണ ജീവിതം മുമ്പോട്ട് പോവുള്ളൂ. നമ്മളൊരു വലിയൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ നിങ്ങളോട് എല്ലാ കാര്യം പറഞ്ഞതായിരിക്കും. ഞാൻ ബി പ്രദീപ് കുമാർ, പള്ളിക്കൽ ഈസ്റ്റ് വാർഡ് മെമ്പറാണ്. സുനീഷ് ഏതാണ്ട് 5 ഡയാലിസിസ് വീതം ഓരോ ആഴ്ചയും ചെയ്യാൻ ആ ബാധിച്ച കുടുംബത്തിന് ആ തുക താങ്ങുവാൻ മാർഗമില്ലാത്തൊരവസ്ഥ. അദ്ദേഹത്തിന് വൃക്ക മാറ്റിവെക്കുന്നത് ഉൾപ്പെടെ അദ്ദേഹത്തിന് വീണ്ടും ജീവകാരുണ്യ മേഖലയിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ആവശ്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കുവാൻ കുറെ അധികം നാളുകളായി വലിയ ചികിത്സയിലും ബുദ്ധിമുട്ടിലും കഴിയുകയാണ്. സുനീഷിന്റെ മകൻ മുൻകൈയെടുത്ത് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരാളാണ്. പക്ഷെ സുനീഷിന് അവസാനം ചെറിയ സഹായങ്ങൾ ചെയ്ത് നമ്മളുടെ കൂട്ടായ്മയിലൂടെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തെയും ചേർത്ത് പിടിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. ഡയാലിസിസ് 5 തവണയായിട്ട് ചെയ്തിട്ടും പെട്ടെന്ന് ശ്വാസമുട്ടലുണ്ടായി മേപ്പിളക്കുറ്റി കൊണ്ടുപോകണൊക്കെയാണ് അങ്ങനെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും. അങ്ങനെയല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഡയാലിസിസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മറ്റു മാർഗങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും സഹായവും സഹകരണം ഉണ്ടായിരിക്കണം എന്ന് പറയും. വൃക്കകളും തകരാറിലായി ഒരാഴ്ചയിൽ ഏതാണ്ട് 3ഓളം ഡയാലിസിസ് ചെയ്തിട്ടാണ് ജീവൻ നിലനിർത്തുന്നത്. വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്. എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. അപ്പോൾ ചികിത്സയ്ക്കും മക്കളുടെ വിദ്യാഭ്യാസത്തിനും മറ്റുമെല്ലാം നന്നായി ബുദ്ധിമുട്ടുന്ന ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുക. അതിനുള്ള പ്രാഥമിക നടപടികളും അതിനൊരു സാമ്പത്തിക സഹായത്തിന് വേണ്ടിയുള്ള ഒരു തീരുമാനം ഈ കൂട്ടായ്മ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതൊരു ജീവന് വേണ്ടി എല്ലാവരുടെയും സഹായവും പിന്തുണയും ഉണ്ടാകും. അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ തുടർന്നുള്ള ചികിത്സയ്ക്ക് വൃക്ക മറ്റ് ശസ്ത്രക്രിയയ്ക്കും ഡയാലിസിസിനും വേണ്ടിയിട്ട് ഈ ഉദ്യമത്തിലേക്ക് എല്ലാ നല്ലവരായ ആൾക്കാരുടെയും സഹകരണങ്ങളും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കും.